സമ്മതിക്കാത്ത ഒരു ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി 4 സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. കർണാടകത്തിന് വേണ്ടി, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, ഈ 4 സ്റ്റേറ്റിന് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ, സ്തോത്രം. സമയം പറഞ്ഞു പാസ്റ്റർ സഹധർമ്മിണി മുന്നോട്ട് കടന്നു വന്ന് ഈ 4 സ്റ്റേറ്റിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തോടാകട്ടെ. വിശ്വാസം 4 സ്റ്റേറ്റിന് വേണ്ടിയാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആ 4 സ്റ്റേറ്റിന് വേണ്ടി ആത്മാവിന് നിറവിൽ തന്നെ ആദ്യം പ്രാർത്ഥിക്കാൻ ഇടയാക്കിയിട്ട് കർത്താവ് വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ 4 സ്റ്റേറ്റിന് വേണ്ടി യേശുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ, സ്തോത്രം. കർത്താവേ, 4 ക്ഷേത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവമേ, ഈ ഭയപ്പെട്ട 4 സ്റ്റേറ്റിലെയും കർത്താവിന്റെ പാദാവിലേക്ക് എടുപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, 4 സ്റ്റേറ്റിലെയും കർത്താവിനെ ദൈവമേ, അവിടെ ആയിരിക്കുന്ന ജനത്തോട് കരുണ കാണിക്കുമാറാകണമേ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ ആയിരിക്കുന്ന പാപത്തിലും നാശത്തിന്റെ വക്കിലേക്ക് നശിച്ചുള്ള ഒരു കൂട്ടം ആത്മാക്കളുണ്ട് നാഥ. അവരോട് ദൈവം സംസാരിക്കുമാറാകണമേ. സുവിശേഷ വിരോധികളോട് ദൈവം ഇടപെടുമാറാകണമേ. അഭിചാരം ചെയ്യുന്നവരോട് ഇടപെടുമാറാകണമേ. കർത്താവേ, മദ്യത്തിൽ മയക്കുമരുന്നുമായതിനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. ഈ 4 സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരിക്കൽ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ 28 സ്റ്റേറ്റിനെയും ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരിക്കൽ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 2025 11-ാം മാസം 10-ാം തീയതി തിങ്കളാഴ്ചയുടെ പകൽക്കാലം പിന്നെയും ഭാരതത്തിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു നല്ലൊരു അവസരം ഒരുക്കി തന്നല്ലോ. കഴിഞ്ഞ രാത്രിയും പകലൊക്കെയും ശക്തമായിട്ടുള്ള മഴയൊക്കെ ആയിരുന്നു. പ്രാർത്ഥന നടക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും പ്രഭാതയാമം മുതൽ ഇതുവരെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് കൊടയായി തീർന്നത് ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഈ പ്രേ ഫോർ ഇന്ത്യയുടെ ആമേൻ പ്രാർത്ഥനയുടെ 43-ാമത്തെ മാസത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ പ്രാർത്ഥന ഒരല്പം പോലും അതിന് ഏറ്റവും കുറച്ചിലില്ലാതെ വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചല്ലോ. അല്പത്തിലും അധികം കൊണ്ടും ദൈവാത്മാവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അധികം ആൾക്കാർ വന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, അല്പമായ ആൾക്കാർ വന്നാലും പ്രാർത്ഥിക്കാൻ കഴിയും. ആൾക്കാർ വരുന്നു എന്നുള്ളതിലല്ല, പ്രാർത്ഥിക്കുക എന്നുള്ളതിലാണ് ആമേൻ വലിയ കാര്യമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ 11 മണി മുതൽ ഈ 12 മണിയുടെ യാമം വരെ ആമേൻ 28 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. പഞ്ചാബ് മുതൽ കേരളം വരെയുള്ള 28 സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. സാധാരണ ഞാൻ പറഞ്ഞു വരുന്നത് പോലെ പാമ്പിനെ അടിക്കണമെങ്കിൽ വാലിലല്ല തലയാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് 28 സംസ്ഥാനത്തെ ഉടനീളെ ഭരിക്കപ്പെടുന്ന ഭരണകർത്താക്കളായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവ സ്നേഹത്തിൽ അവർ ഭരിക്കണം. അതിനുവേണ്ടി കേന്ദ്രം ഡയറക്റ്റ് ഭരിക്കുന്ന ചില ഭരണ പ്രദേശങ്ങളുണ്ട്. ആൻഡമാൻ നിക്കോബാർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദാമൻ ദ്യൂ, ചണ്ഡീഗഡ്, ന്യൂഡൽഹി, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ. ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കേന്ദ്രം ഡയറക്റ്റ് ഭരിക്കുന്ന ഭരണ ശിലാ കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തൊട്ടു മുമ്പേ നമ്മൾ പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ 28 സംസ്ഥാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇനി ശക്തമായി പാട്ടിൽ കൂടി നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തേണ്ട സമയമാണ്. ഈ സമയത്ത് പ്രേയർ ഫോർ ഇന്ത്യയുടെ ടീം അംഗങ്ങളായിരിക്കുന്ന ദേവദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് ആ പാട്ട് പാടിയതിനു ശേഷം നമുക്ക് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കാനിടയായിത്തീരും. അതുകൊണ്ട് എല്ലാ കർത്തവ്യന്മാരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ മുന്നോട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയ്ക്ക് സിലുപാസിൽ ചെയ്യും.
ദൈവത്തിന്റെ മഹത്വം. നിങ്ങളുടെ കയ്യിൽ പാട്ടിന്റെ ലിസ്റ്റ് ഇപ്പോൾ തരുന്നതാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എൻ്റെ ഭാരതം യേശുവെ അറിഞ്ഞിടട്ടെ, എൻ്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ എന്ന പാട്ട് നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് പാട്ടിന്റെ ലിസ്റ്റ് കിട്ടിയെങ്കിൽ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമുക്ക് കരങ്ങളെ അടിച്ച് പാടി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കുകയും അവസാനം നമുക്ക് ചേർന്ന് അല്പസമയം ആരാധിക്കുകയും ചെയ്യാം. ഇതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്, ഇതൊരു പ്രവചനമാണ്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ്, ദർശനമാണ്. ഇന്ത്യയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. എല്ലാ സ്റ്റേറ്റുകളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകൾ എഴുതിയിട്ടിരിക്കുന്ന പാട്ട് നമുക്ക് വിശ്വാസത്തോടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാരതം യേശുവെ അറിഞ്ഞിടട്ടെ, എൻ്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ. എൻ്റെ ഭാരതം യേശുവെ അറിഞ്ഞിടട്ടെ, എൻ്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ. രക്ഷയൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. രക്ഷയൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമൻ, ദീവ്, നാഗർ ഹവേലി, അൻഡമാൻ, നിക്കോബാറും ചണ്ഡീഗഡും യേശുവെ അറിഞ്ഞിടട്ടെ. യേശുവിനായി തീരട്ടെ. അന്ധവിശ്വാസങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. ജാതീയ മതിൽ സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ, ജാതീയ മതിൽ കെട്ടും തകർന്നിടട്ടെ. ഉച്ചനീതത്വങ്ങൾ തകർന്നിടട്ടെ. ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ. ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമൻ, ദീവ്, നാഗർ ഹവേലി, അൻഡമാൻ, നിക്കോബാറും ചണ്ഡീഗഡും യേശുവെ അറിഞ്ഞിടട്ടെ. യേശുവിനായി തീരട്ടെ, യേശുവെ അറിഞ്ഞിടട്ടെ. യേശുവിനായി തീരട്ടെ. അറിവും താരത്തും ഉള്ളവരെ നൽകുക ആയുസ്സിന്റെ യേശുവിനായി. സുവിശേഷത്തിൽ അഗ്നിനാളവുമായി ആയിരങ്ങൾ നിറഞ്ഞിനിയും. കഴിവും താരത്തും ഉള്ളവരെ നൽകുക ആയുസ്സിന്റെ യേശുവിനായി. സുവിശേഷത്തിൽ അഗ്നിനാളവുമായി ആയിരങ്ങൾ ഇറങ്ങിനിയും. ഓ ഭാരതം രക്ഷകരെ കണ്ടിടട്ടെ,
വാഴ്ത്തിടട്ടെ. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ലക്ഷദ്വീപ്, നഗർ ഹവേലി, ആൻഡമാൻ നിക്കോബാറും ചണ്ഡീഗഡും യേശുവേ അറിഞ്ഞിടട്ടെ. യേശുവിനായി തീരട്ടെ. യേശുവേ അറിഞ്ഞിടട്ടെ. യേശുവിനായി തീരട്ടെ. യേശുവേ അറിഞ്ഞിടട്ടെ. യേശുവിനായി തീരട്ടെ. യേശുവേ അറിഞ്ഞിടട്ടെ. യേശുവിനായി തീരട്ടെ. യേശുവേ. നമ്മളാരും ഇരിക്കേണ്ട, നാം നിൽക്കുന്ന നിപ്പ് തന്നെ ആമേൻ. കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. സഹോദരി സഹോദരിമാർ, ആമേൻ. മൂന്ന് പേർ ഒരുമിച്ച് കൂടി, ആമേൻ. ദൈവദാസന്മാർ മൂന്ന് പേർ ഒരുമിച്ച് കൂടി, ആമേൻ. സ്തോത്രം. നമുക്ക് ശക്തമായി ഇന്ന് പകൽ, ആമേൻ, സർവശക്തനായ ദൈവത്തെ, ആമേൻ, ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദാമന്ത്യു, ചണ്ഡീഗഡ്, ന്യൂഡൽഹി, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, ആമേൻ, ഈ സ്ഥലങ്ങൾക്ക് വേണ്ടി ശക്തമായ നാവുകളെ ചലിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കേന്ദ്രം, ആമേൻ, സ്വർഗ്ഗത്തിലെ കാര്യം ചലിക്കേണ്ടതിന് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് ഒരുമിച്ച് നാവുകളെ ചലിപ്പിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഭാരതത്തിന്റെ സ്വസ്ഥതയ്ക്കും ഭാരതത്തിന്റെ സമാധാനത്തിനും, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ലഡാക്ക് മുതൽ, ആമേൻ, കേരളം വരെ, കന്യാകുമാരി വരെ, രാജസ്ഥാൻ മുതൽ അരുണാചൽ പ്രദേശ് വരെ, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് വിസ്തൃതമായിരിക്കുന്ന ഞങ്ങളുടെ ഈ കൊച്ച്, ആമേൻ, ഭാരതത്തെ ദൈവകരങ്ങളെ കേൾപ്പിക്കുകയാ. ഭാരതത്തിന് ദൈവശക്തി വെളിപ്പെടട്ടെ. ഭാരതത്തിന്റെ 28 സംസ്ഥാനങ്ങളുടെ മേലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം ചരിച്ചതായ സ്തോത്രം. ഇവിടെയുള്ള ദൈവദാസന്മാരെ മാനിക്കണമേ, ഇവിടെയുള്ള സഭകളെ മാനിക്കണമേ, ഇവിടെയുള്ള സർക്കാരിനെ മാനിക്കണമേ, 28 സംസ്ഥാനത്തുള്ള സർക്കാരിനെ മാനിക്കണമേ. ആമേൻ. ദൈവ സ്നേഹത്തിന്റെ ഭരണഗുണങ്ങൾ ആമേൻ വരട്ടെ. കർത്താവേ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അഴിയട്ടെ. ദൈവ ഭയം വരട്ടെ. ആമേൻ. ജനം രക്ഷിക്കപ്പെടട്ടെ. സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ആമേൻ മഹാരാജ്യമാകുന്ന ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളുടെ മേലുള്ള എല്ലാ ദൈവദാസന്മാർ, വിവിധ സംഘടനകൾ, വിവിധ സഭകൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇൻഡിപെൻഡന്റ് മുതൽ അങ്ങ് പ്രൈസ് ദി ലോർഡ്, ആമേൻ, വലിയ വലിയ സഭകൾ പോലും അനുഗ്രഹം പ്രാപിക്കട്ടെ. ആമേൻ, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുപാസ്റ്റർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പറയപ്പെട്ടിരിക്കുന്ന 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളില് അത്യുന്നതനായ ദൈവത്തിന്റെ അനുജമ ശക്തി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. അതിനകത്ത് അധിവസിക്കുന്ന ജനലക്ഷങ്ങള്, ജനകോടികള്,
അല്ലെങ്കിൽ അവരെ പാപത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. പാപത്തിൽ നിന്ന് അവരെ വലിച്ചു കരകയറ്റുവാൻ ലോകരക്ഷിതാവായ ക്രിസ്തുയേശുവിനെ അവരെ രക്ഷകനായി സ്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അടുത്ത പരിശുദ്ധാത്മതയും അവരുടെ ജീവിതത്തിൽ ഒരു അവസരം കൊടുക്കേണ്ടതിനായി സ്തോത്രം. ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ജനകോടികൾ അവരെ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ അടുത്ത രക്ഷയുടെ വാതിലുകൾ അല്ലെങ്കിൽ സമാധാനത്തിന്റെ ദൈവത്തിന്റെ അല്ലെങ്കിൽ സന്തോഷവും അവരുടെ ഹൃദയങ്ങൾ നിറയുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ സ്തോത്രം അവരുടെ ജീവിതത്തിൽ രൂപാന്തരവും സൗഖ്യവും വരുത്തുവാൻ എന്റെ ദൈവത്തിന്റെ കരം ചലിപ്പിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ആ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഭരിക്കുന്ന അടുത്ത ഭരണാധികാരികള്, അടുത്ത ഭരണകൂടങ്ങള്, ഭരണചക്രങ്ങൾ ധരിക്കുന്ന സകല പ്രിയപ്പെട്ടവര് അടുത്ത നാളുകളിൽ അടുത്ത തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞുകൊണ്ട് അടുത്ത രക്ഷകന്റെ സന്നിധിയിലോട്ട് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി ഈ നാളുകൾ വെളിപ്പെടേണ്ടതിനായി സ്തോത്രം. പരിശുദ്ധാത്മതയും അങ്ങനെ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ഈ പ്രദേശത്തിൽ അധിവസിക്കുന്ന സകല കോടി ജനങ്ങള് നിത്യതയ്ക്കാറ്റ് പരിശുദ്ധാത്മതയും ഒരുക്കുന്നതിനായി സ്തോത്രം. അവർ ദൈവരാജ്യത്തിന് അവകാശമായി തീരട്ടെ. യേശുവിന്റെ നാമത്തില് അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. അത് ഞങ്ങള് മുഖാമുഖം അവരെ കാണുവാൻ ഞങ്ങളെ മാറ്റി ഏതൊരു വിധമായ ബന്ധവുമില്ലാതെ അടുത്ത ഞങ്ങളെ കാണാത്ത പ്രദേശങ്ങള്, ഞങ്ങളെ കാണാത്ത ജനജീവിതങ്ങള് അല്ലെങ്കിൽ അവര് നിത്യതയ്ക്കാറ്റ് അവരെ നിത്യതയിൽ കണ്ട് സന്തോഷിക്കാൻ തക്കവണ്ണം കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, ഒന്ന് നരകത്തിൽ തള്ളിയിടുന്നവനെ തന്നെ ഭയപ്പെടുവിൻ എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഭയന്ന് നടുങ്ങി വിറച്ച് അല്ലെങ്കിൽ രക്ഷകനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഈ യേശുവോട് അവരുടെ ജീവിതം സമർപ്പിക്കുവാൻ ദൈവമാണ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായ സ്തോത്രം. സകല മാനവ മഹത്വം അങ്ങേക്ക് സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമുക്ക് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാം. ഇത്രയും സമയം ശക്തമായി നമുക്ക് പ്രാർത്ഥിപ്പാൻ ആമേൻ. 1.25 മണിക്കൂറോളം നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കിയല്ലോ. ആമേൻ. അടുത്ത പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് പരസ്യത്തിന് തൊട്ടു മുമ്പേ ഒരു പ്രാർത്ഥനാ വിഷയത്തിന് ലഭിച്ച മറുപടിയെ സാക്ഷ്യമായി പ്രഖ്യാപിക്കേണ്ട സമയമാണ്. പ്രിയ ആനന്ദാബസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പ്രിയ കർത്തൃവൃത്യൻ ശാരീരികമായി ബലഹീനരായിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മോടുകൂടെ ഇന്ന് പകലുണ്ടായിരിക്കും. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഏതായാലും ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വിശ്വല്ലോ ആ പ്രാർത്ഥന വിഷയമായിട്ട് ദൂതൻ ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ ദേവദാസന്റെ സഹധർമ്മിണി നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ കർത്തൃദാസിയെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തനിക്ക് കഴിഞ്ഞ നമ്മുടെ ടീമായിട്ട് പ്രയർ ഫോർ ഇന്ത്യയുടെ ടീമായി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങളോട് വിഷയം അറിയിക്കുകയും നമുക്ക് ടീമായി തന്നെ പോയി സഹകരിച്ച് അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിഷയം എന്ന പോലെ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിന്റെ വെളിച്ചത്തിൽ മഹാദയ ഞാൻ പറഞ്ഞേക്കന്റെ ഉപരി പ്രിയ കർത്തദാസ് മുന്നോട്ട് കടന്നു വരും. നമ്മോട് അല്പസമയം ഇവിടെ എങ്ങനെയാണ് സമയം പോലെ പറഞ്ഞാട്ടെ. വിശ്വസിച്ചു ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ, എല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ, നാവിതു പോരാ, നാളെ പാചകം ചെയ്തവർക്ക് 30 രൂപ കൊടുക്കണം. അവിടെ വീഡിയോ എടുത്തവർക്ക് 5000 രൂപ കൊടുക്കണം. സമയമില്ല. അതിനുവേണ്ടി എല്ലാ ദേവദാസന്മാർക്കും ദൈവനാമത്തിൽ നന്ദി പറയാം. ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി എൻ്റെ മക്കൾ വിധവയായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവങ്ങൾക്ക് നന്ദി പറയണം. അവർക്ക് നല്ലൊരു കുടുംബജീവിതമാണ് കിട്ടിയത്. എല്ലാവരും പറഞ്ഞ് നല്ലൊരു പയ്യൻ കുടുംബജീവിതം നല്ല അവർ ബഹറിലാണ് ജോലി നോക്കുന്നത്. ഇനി അടുത്ത മാസം ദൈവം പ്രിയ ആന്റിയുടെ കുടുംബത്തിന് വേണ്ടി ചെയ്ത മഹാദയെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. നമുക്കും അവരുടെ
ആമേ വേദനയോടുകൂടെ ആമേ പോയി കരയുവാനും പ്രാർത്ഥിക്കുവാനും സ്വർഗം നമ്മെ സഹായിച്ചല്ലോ. തിരുവചനം പറയുന്നത് പോലെ ആമേ എലീശ പ്രവാചകൻ ആമേ സ്തോത്രം ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തി വളരെ വേദനാധിയോടുകൂടെ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു വന്ന് ആമെ അപേക്ഷയുടെ മേൽ ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. നിനക്കുള്ളതെന്ത് കൊണ്ടുവരിക പ്രാർത്ഥിച്ചു. ആമൻ നിറഞ്ഞത് മാറ്റി. ആമൻ ആദ്യം പറഞ്ഞത് ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. വിവാഹം കഴിഞ്ഞു പോയി എങ്കിലും ആ നന്മ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ആ സ്പോട്ടിൽ മാത്രമല്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ആമേ സ്തോത്രം നിറവ് കഴിഞ്ഞതിന് ശേഷവും ആമേ ആവശ്യമായത് കഴിഞ്ഞതിന് ശേഷവും ഒരു നിറവുണ്ട്. അതുകൊണ്ട് ആ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ നിറഞ്ഞത് മാറ്റി വെച്ചെന്നാ. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള എല്ലാ കടവും എന്ത് ചെയ്യും? ആ നിറവിൽ തന്നെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് ആരുടെ മുമ്പാകെയും ആമേ സ്തോത്രം കൈനീട്ടേണ്ട കാര്യമില്ല. നമ്മുടെ പിതാവ് സമ്പന്നതയുടെ പിതാവാണ്. തക്ക സമയത്ത് താൻ ആമൻ നമുക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. പ്രാർത്ഥിച്ച ടീമിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി പ്രേ ഫോർ ഇന്ത്യ ടീമിന്റെ ആമേ പേരിലുള്ള നന്ദി എന്ന് പകർക്കാലം അറിയിക്കുകയാണ്. ഇപ്പോൾ ഒരു പാട്ടിന്റെ ചിലവരികൾ പാടുമ്പോൾ നമുക്ക് ഈ മീറ്റിംഗിന് വേണ്ടി ആമേ സ്തോത്രം ആ ഭാരതീയ ഫണ്ട് ക്രമീകരണമായി നമ്മൾ ചെറിയൊരു സ്തോത്ര പ്രൈസർ കാഴ്ച എല്ലാ മാസത്തിലും എടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു പാട്ടിന്റെ ചിലവരികൾ പാടുമ്പോൾ ദേവദാസന്മാർ ക്രമീകരണം ചെയ്യും. ഇഹലോകമു രികിൽ ഒരു സുഖവും മനശാന്തിയതും ഇഹലോകമു രികിൽ ഒരു സുഖവും മനശാന്തിയതും ആഗ്രഹിക്കുന്നത്. അതിന് തൊട്ടു മുമ്പേ ഈ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന പ്രിയ കർത്തൃകൃത്യന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തുള്ള വന്ദനത്തെ അറിയിക്കുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രീസലോ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സേവ്യർ അവർക്കും ആമേ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആമേ ഷാജി വി അവർക്കും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സൈമൺ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അപ്പുൽ ആസർ അതുപോലെ തന്നെ ഇനിയും അനവധി പാസ്റ്റർമാരുണ്ട്. കർത്താവിന്റെ ദാസൻ രാജു പ്രകാശ് അതുപോലെ തന്നെ ഒത്തിരി പാസ്റ്റർമാർ സിജു പാസ്റ്റർ അവ എല്ലാവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ വന്നവർക്കും വരാതെ ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ സഹോദരിമാർ വിദൂരിൽ നിന്ന് കടന്ന് മഹാരാഷ്ട്രയുടെ പ്രദേശത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്നവരുണ്ട്. അവർ ദൂരത്തും ചാരത്തു നിന്നൊക്കെയും കടന്നു വന്നിരിക്കുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലും പ്രേ ഫോർ ഇന്ത്യയുടെ പേരിലും പ്രൈസലോ നന്ദി അറിയിക്കുന്നു. ഈ 2025 11/10 ആമേ പ്രൈസലോ ഈ മാസത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. 43ാമത്തെ പ്രാർത്ഥനയായി ആമേ അതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ മാത്രപ്പെടുത്തിയാണ്. 43ാമത്തെ പ്രാർത്ഥനയായി നമ്മുടെ ഉണർവിനപ്പം പോലും ആമേ പ്രൈസലോ കുറവില്ലാതെ വണ്ണം നമുക്ക് നടത്തുവാൻ സ്വർഗത്തിൽ ദൈവമാണ് കൃപ ചെയ്തത്. കുറച്ച് കാശുണ്ടായതുകൊണ്ട് നടത്തണമെന്ന് നിർബന്ധമില്ല. വാഹനവും വണ്ടി സൗകര്യങ്ങളും എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നാലും നടത്തണമെന്ന് നിർബന്ധമില്ല. ഒത്തിരി പാസ്റ്റർമാർ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഈ സമയത്ത്. പക്ഷെ കാശ് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ പാസ്റ്റർമാർ ആരും ഒന്നും എന്ത് ചെയ്യുന്നില്ല. കാശ് കൊടുത്ത് വിളിക്കാനും തയ്യാറാണ്. പക്ഷെ പാസ്റ്റർമാർ ആരും എന്ത് ചെയ്യുന്നില്ല. ഒരിക്കൽ വരും, അടുത്ത ആഴ്ച വരത്തില്ല. അടുത്ത ആഴ്ച വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞവർ പിന്നെ അതിന്റെ അടുത്ത ആഴ്ച വരത്തില്ല. അങ്ങനെ ഒരു മാസത്തിനകത്ത് പ്രാർത്ഥനയെല്ലാം മുടങ്ങി പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവരോട് മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ഹൃദയത്തെ സ്തോത്രം ചെയ്തു. ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നടന്ന പ്രാർത്ഥനകളെല്ലാം പൊളിഞ്ഞുകൊണ്ട് പൈസ ഉണ്ടായിരുന്നു, വാഹനമുണ്ടായി, ആവശ്യ സ്തോത്രം സകല ക്രമീകരണം ഉണ്ടായിരുന്നിട്ടും ദൈവദാസന്മാർക്ക് നടത്താൻ പറ്റാതിരിക്കുമ്പോൾ സ്വമാതെ ഈ 2025 ആമിസ്വത്രം 11-ാം മാസം 10-ാം തീയതിയിലും സർവശക്തനായ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആമേ ഒരു ജ്ഞാനമോ ഒരു കൃപയോ ഒരു കഴിവോ ഇല്ലാത്ത ഞങ്ങളെ സ്വർഗമോടുന്ന് ഉയർത്തി ഓർത്ത് ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരസ്യമായി ആമേ പ്രൈസലോ. അടുത്ത മാസം നമ്മുടെ പ്രാർത്ഥന എപ്പോഴാണ് വരുന്നത്? 2025 12-ാം മാസം 8-ാം തീയതി ഡിസംബർ 8-നാണ് നമുക്ക് ഈ പ്രാർത്ഥന നടന്നു വരുന്നത്. ആർക്കെങ്കിലും ഏതെങ്കിലും ഭവനത്തിലോ സ്വന്തം ചർച്ചിലോ ദേശത്തിലോ ആവശ്യമാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്ന പക്ഷം ഞങ്ങളുടെ ദൈവദാസന്മാർ കടന്നു വന്ന ആമേ പ്രാർത്ഥിക്കാനിടയായിത്തീരും. ആമേ 8-ാം തീയതിയാണ് അടുത്ത മാസം ഡിസംബർ 20-ാം തീയതിയാണ്
പ്രാർത്ഥന നടന്നു വരുന്നത്. മറ്റൊരിടവുമായിട്ടില്ലെങ്കിൽ പിന്നെയും നമുക്ക് ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂടി വരുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് താമസമെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പരസ്യ യോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് പ്രാർത്ഥനകൾ എല്ലാ മാസത്തിന്റെയും പ്രാരംഭ ആഴ്ചയിൽ നൈറ്റ് പ്രയർ നടക്കുന്നു. 9 മണി മുതൽ 12 മണി വരെ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പാസ്റ്റർമാരുടെ പേഴ്സൺ പ്രേസർ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടന്നു വരുന്നു. അതും വിജയകരമായി ഈ കാലഘട്ടത്തിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ കമ്മിറ്റി, നിങ്ങളുടെ ടീം അംഗങ്ങളുടെ കമ്മിറ്റി നടക്കുന്നുണ്ട്. അതുപോലെ പരസ്യയോഗങ്ങൾ പ്രവർത്തനം ശൂന്യമായി കിടക്കുന്ന ദേശങ്ങളിലൊക്കെയും ഞങ്ങളെ നിങ്ങൾ അറിയിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ധനലാഭം നോക്കാതെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദേശത്ത് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും. എത്ര ദൂരെയായിരുന്നാലും സാരമില്ല, ഞങ്ങളെ അറിയിക്കുന്ന പക്ഷം ഞങ്ങൾക്ക് കടന്നു വന്ന് നിങ്ങളുടെ ദേശത്തിന് വേണ്ടി അന്ത്യകാലഘട്ട സമയത്തെ ഞങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമർപ്പണമെടുത്ത ദൈവദാസന്മാരെയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടീമംഗങ്ങളിൽ ഏറ്റവും ഇളയ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അതിലും ഇളയ ആൾക്കാരുണ്ട്, അതിലും മുതിർന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് തീർച്ചയായും ഈ പ്രാർത്ഥന മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രായമുള്ള ദൈവദാസന്മാരുടെ കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരിൽ നിന്ന് പഠിക്കുവാൻ, കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുവാൻ സ്വർഗം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഭാരതത്തിന്റെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ഇന്നുവരെയും ഈ 2025 ഞങ്ങൾക്ക് ഭാരതത്തിന്റെ 24 സംസ്ഥാനങ്ങളിൽ പ്രാർത്ഥിച്ച് കവർ ചെയ്യുവാൻ മഹാനായ ദൈവം കൃപ നൽകി. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ 2026 ഏപ്രിൽ മാസം കർത്താവിദാസ പാസ്റ്റർ സിനു സേവിയർ, അതുപോലെ തന്നെ ഷിജു പാസ്റ്റർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ടീമിന്റെ പ്രാർത്ഥനയുടെ സഹായത്താൽ ഗോവ, കർണാടക, തമിഴ്നാട് 3 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെയുള്ള സഹായഹസ്തങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ കർത്താവിൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ സഹായങ്ങൾക്കും ഞങ്ങൾ ഹൃദയംഗമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ എല്ലാ മാസത്തിലും 6 മാസത്തിലൊരിക്കൽ ഞങ്ങൾ കൂടി വന്ന ദൈവദാസന്മാരും സഹോദരിമാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സ്തോത്ര പ്രാർത്ഥന നടത്താറുണ്ട്. അതിനുള്ള ഡേറ്റും പാസ്റ്റർമാരെയൊക്കെ തയ്യാറായി. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ 2025 12 മാസം 25-ാം തീയതി മറന്നു പോകരുത്. 2025 12 മാസം 25-ാം തീയതി ഇവിടെ വെച്ച് സ്തോത്ര പ്രാർത്ഥനയെ ഞങ്ങൾ ക്രമീകരിക്കുകയാണ്. അന്ന് ലീഡ് ചെയ്യുന്നത് കർത്താവിദാസ പാസ്റ്റർ സിനു, കർത്താവിദാസ പാസ്റ്റർ ഷാജി, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കർത്താവിദാസൻ ഷിനു, പ്രാർത്ഥന ലീഡിംഗ് മറ്റ് സ്വയം പാസ്റ്റർ, മധു പാസ്റ്റർ, അതുപോലെ തന്നെ രാജു പാസ്റ്റർ ആയിരിക്കും. അന്ന് മെയിൻ മെസ്സേജ് നൽകുന്നത് കർത്താവിദാസൻ പാസ്റ്റർ ചന്ദ്രബാബു വെള്ളട നിന്നും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മാക്കളുടെ ഉണർവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവർ അവരുടെ എല്ലാ ആവശ്യങ്ങളും അത്ഭുതം പ്രവർത്തിക്കേണ്ട തലമുറകളെ മാനിക്കേണ്ടതിന് ഒരു നിമിഷം നമ്മൾ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ടീമംഗങ്ങളായിരിക്കുന്ന 6 ദൈവദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഷാജി പാസ്റ്ററായി കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദൈവകൃപ കൊണ്ട് മറക്കി ആത്മാകരം ചലിക്കണമേ, തടസ്സങ്ങൾ വിടിവിക്കണമേ. സ്തോത്രം. അതുപോലെ തന്നെ മധുപാസ്റ്ററായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ ചലിക്കണം, അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാ പൈശാചിക പോരുകളിൽ പൂർണ്ണമായി വിടിവിക്കണമേ. തലമുറകളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീപാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം. തലമുറകളെ മാനിക്കണമേ. ദൈവകരം ചലിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ കരുതൽ ചലിക്കണമേ. സൈവപാസ്റ്ററായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സ്വർഗം അനുഗ്രഹിക്കുന്ന ദൈവകൃപ കൊണ്ട് മറയ്ക്കും ആത്മാവിന്റെ കരുതൽ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ശക്തികളിൽ പൂർണ്ണമായ വിടുതൽ സ്വർഗം പകർന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജപാസ്റ്ററായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ ചലിക്കണമേ. ആത്മാവിന്റെ കരുതൽ അതിന്റെ മധ്യത്തിൽ ചലിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ കരുതലിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മധുപാസ്റ്ററായി സ്തോത്രം, ഷാജി പാസ്റ്ററായി സ്തോത്രം, ശ്രീപാസ്റ്ററായി സ്തോത്രം. അടിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ രാജപാസ്റ്ററായി സ്തോത്രം. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് മറയ്ക്കും പ്രാർത്ഥനകൾക്കും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ചെയ്യുന്നു. അതിനുവേണ്ടി തന്ന പ്രിയ കർത്തൃഭൃത്യനും സഭയ്ക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടും. ഇതുവരെയും മനോഹരമായ നല്ല നല്ല ആലോചനയ്ക്കായി, നല്ല സാക്ഷ്യങ്ങൾക്കായി ദൈവത്തെ അവരനുഭവിക്കുന്ന വേദന അവർക്കേ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പച്ചൻ പലപ്പോഴും മലയേറിയ ഞാൻ വിളിച്ചു പറയാൻ കടന്നു വന്നാണ്. യോർദാൻ കലങ്ങി മറിയും ജീവിത
ഭാരങ്ങൾ യോർദാൻ കലങ്ങി മറിയും, ജീവിത ഭാരങ്ങൾ ഏലിയാവിൻ ഭൂതപ്പേ വീടേ, നിന്റെ വിശ്വാസ ശോധനയിൽ ഏലിയാവിൻ ഭൂതപ്പേ വീടേ, നിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രേ ഫോർ ഇന്ത്യ ടീമിന്റെ 43ാമത്തെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ആയിരിക്കാനും, പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ ശേഷമായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ, അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരിമാർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സക്കറിയാവിന് ധൂപം കാട്ടുവാൻ നറുക്കു വന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ ഈ ലൈറ്റൊക്കെ കൂടി കാണുമ്പോൾ രാത്രി ഓർമ്മ വരുന്നു. വാസ്തവത്തിൽ ഇന്ന് പകൽ വചനം പ്രസംഗിക്കേണ്ടിരുന്നത് മറ്റൊരു ദൈവദാസനാണ്. ഈ പ്രാർത്ഥനയുടെ പകുതിയായപ്പോഴാണ് വൈദ്യു പാസ്റ്റർ പറഞ്ഞത് ദൈവവചനം സംസാരിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളെപ്പോലെ ദൈവവചനം കേൾക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസംഗം ഒരുങ്ങിയല്ല വന്നത്. പക്ഷെങ്കിലും സ്തോത്രം, ഞാൻ സാധാരണ ദൈവവചനം വായിക്കുന്ന വചനങ്ങളിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് പ്രസംഗിക്കുന്നത്. സ്തോത്രം, നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പാസ്റ്റർ കെ സി ജോൺ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇങ്ങനൊരു കാര്യം പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വരുന്നു. നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ തീ പിടിപ്പിക്കാത്ത ഒരു പ്രസംഗങ്ങളും നമ്മൾ പ്രസംഗിക്കരുത്. ഹല്ലേലൂയ. അത് വേണം പ്രസംഗിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. അല്ലാത്ത പ്രസംഗങ്ങൾ എല്ലാം തീയിട്ട് കത്തിച്ച് കളഞ്ഞേക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ വചനം അനേകരുടെ ഹൃദയത്തിൽ തീ പിടിപ്പിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? എന്ന കാലം ദൈവത്തിന്റെ വചനം, സ്തോത്രം, പാറയെ തകർക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന ചുറ്റിക, തീ പോലെയുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ അല്പം കൊണ്ടുപോലും ദൈവത്തിനെ പ്രവർത്തിപ്പാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. വേഗത്തിൽ, സമയം വളരെ കടന്നു പോകുന്നു. 1:30 മണിയാകുമ്പോൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വേദഭാഗം നിങ്ങളുമായി വേഗത്തിൽ പങ്കുവെച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിരിപ്പാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ആദ്യ വിശ്വാസം അവസാനത്തോടെ മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളിയായി തീർന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനം നമുക്കറിയാം വിശ്വാസത്തെ പറ്റി പറയുന്ന ഒരു പുസ്തകമാണ്, അഥവാ ഒരു ലേഖനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളുടെ ശോധനയുടെ നടുവിൽ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ നമ്മൾ ഓടിച്ചു വായിക്കുമ്പോൾ മുറുകെ പിടിക്കേണ്ട 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് തൊട്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദൈവ പൈതൽ വിശ്വാസിയുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കേണ്ടത്? 3-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവന്റെ പകരത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാണ് നാം തന്നെ അവന്റെ ഭവനമാകുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും
നാം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. വിശദീകരിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് നാം വായിച്ച വാക്യം ആദ്യ വിശ്വാസം മുറുകെ പിടിക്കണം. 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. 4-ാം അധ്യായം ഇബ്രായർ 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നാലാമത് 10-ാം അധ്യായം എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. എബ്രായർ 10:23. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. ഒന്ന്, സ്തോത്രം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിക്കണം. 2, ആദ്യ വിശ്വാസം മുറുകെ പിടിക്കണം. 3, നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കണം. 4, സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. എല്ലാം കൂടി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് കുറിവാക്യമായി വായിച്ച ആ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒറ്റ കാര്യം പറഞ്ഞ് ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നാം നമ്മുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം. ആദ്യ വിശ്വാസം നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്ത്, നമ്മളൊക്കെ കർത്താവിനെ അറിഞ്ഞ കാലത്തുള്ള നമ്മുടെ ആദ്യകാല വിശ്വാസം ഇപ്പൊ നമുക്കുണ്ടോ? ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യ സ്നേഹം, ആദ്യ വചനം, ആദ്യ പാഠം, ആദ്യ പ്രത്യാശ, ഈ വിധ അനുഭവങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യ കാലഘട്ടങ്ങളിലുള്ള ആ ഒരു വിശ്വാസത്തിലെ വിശ്വാസം പിന്നീട് പോയി ലാസ്റ്റ് പലർക്കും വിശ്വാസം കുറഞ്ഞ് പിന്നെ വിശ്വാസം ഇല്ലാതെയായി, വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ വിശ്വാസികളുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ആദ്യകാലങ്ങളിൽ നന്നായിട്ട് അവർ ദൈവത്തിനു വേണ്ടി ഓടി, ദൈവത്തിനു വേണ്ടി നിന്നു, ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. കഷ്ടത വന്നപ്പോൾ വന്നപ്പോൾ സഹിഷ്ണുതയോടെ അവർ ദൈവത്തിനു വേണ്ടി നിന്നു. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു പുറകോട്ട് പോകണമെന്ന്. ഹല്ലേലൂയ. അവരോടാണ് പൗലോസ് എഴുതുന്നത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടതകൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ മുറുകെ പിടിക്കണമെന്ന് പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം നമ്മുടെ ആദ്യ വിശ്വാസത്തെ 1-2 ദിവസമല്ല, അവസാനത്തോളം മരണം വരെയും മുറുകെ പിടിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയുടെ അനേക സ്റ്റേറ്റുകളിൽ അനേകർക്ക് പീഡനങ്ങളും കഷ്ടതകളും വരുമ്പോൾ വിശ്വാസം മുറുകെ പിടിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അനേകരെ ജയിലിലടച്ചുകൊണ്ടിരിക്കുകയാണ്, അനേകരെ പീഡനങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ടും അവര് കർത്താവിന്റെ നാമത്തെ തള്ളിപ്പറയാതെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിനായി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നാം നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. വിശ്വാസം എന്നത് മനുഷ്യരോടുള്ള ബന്ധത്തിലല്ല ഇവിടെ പറയുന്നത്, ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് മുറുകെ പിടിച്ച ഒരു വ്യക്തിയാണ്. സ്തോത്രം. വ്യക്തിയെ പറ്റി ബൈബിളിൽ നമ്മൾ കാണുന്നു. ഇയ്യോബിനെ പറ്റി നമുക്കൊരു വാക്യം വേദപുസ്തകത്തിലൂടെ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വേഗത്തിലൊന്ന് വായിക്കാം. 2-ാം അധ്യായം. അവൻ ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെ ചുരുട്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ?
പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ തെറ്റിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബ് എന്താ മുറുകെ പിടിച്ചത്? ദൈവത്തിന്റെ ഭക്തി മുറുകെ പിടിച്ചു. തന്റെ സ്വന്തം ഭാര്യ താൻ സേവിച്ച ദൈവത്തെ ത്യജിച്ച് പറഞ്ഞു കളയാൻ, മരിച്ച് കളക എന്ന് പറയുമ്പോൾ, ദൈവത്തെ ത്യജിച്ചു പറയാൻ പറയുമ്പോൾ വീട്ടു ജോലിക്കാർ നഷ്ടപ്പെട്ടു, സകല സമ്പത്തുകളും നഷ്ടപ്പെട്ടു. ഇനി എന്തോ മുറുകെ പിടിക്കും? പക്ഷെ പിടിക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ടും അവസാനം ഇയ്യോബ് ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ മേൽ താൻ ദൈവത്തെ വിശ്വസിച്ചിരുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസന്നിധി തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ഭക്തി മുറുകെ പിടിച്ച ഇയ്യോബിനെ ദൈവം കൈവിട്ടില്ല. ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസം മുറുകെ പിടിച്ചിട്ടുള്ള ആരെയും ദൈവം ഒരു നാളും കൈവിട്ടിട്ടില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസം മുറുകെ പിടിച്ച് ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ സേവിച്ച, ദൈവത്തിന് വേണ്ടി നിന്നിട്ടുള്ളവരെ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അവരുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട്. ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. തൽക്കാലം ശോധനയിലൂടെ കടന്നുപോയാലും, തൽക്കാലം വേദനയിലൂടെ കടന്നുപോയാലും, തൽക്കാലം കഷ്ടതകളിലൂടെ കടന്നു പോയാലും അതിന്റെ അപ്പുറത്ത്, ഹല്ലേലൂയ, അവർ വിശ്വസിച്ച ദൈവത്തിന്റെ സാന്നിധ്യം, അവർ മുറുകെ പിടിച്ച ദൈവം ആദ്യ കാലത്തേക്കാൾ അവരുടെ അവസാന കാലത്തിൽ ദൈവം, ഹല്ലേലൂയ, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ മുറുകെ പിടിക്കുന്ന എന്റെ വിശ്വാസം എന്നെ ശക്തമായി നടത്തും. ഹല്ലേലൂയ. നാം കേട്ട സാക്ഷ്യങ്ങൾ അത് തന്നെയാണ് കേൾക്കുന്നത്. 2 സാക്ഷ്യങ്ങൾ നാം കേട്ടു. അതെല്ലാം സ്തോത്രം, ഹല്ലേലൂയ, ഈ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്, അല്ലേ? ആനന്ദനപ്പച്ചന്റെ ആ കൊച്ചുമകളുടെ സാക്ഷ്യം പ്രിയ മാതാവ് പറഞ്ഞല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു, ഞാനൊന്ന് ആവർത്തിക്കുന്നില്ല. നമ്മുടെ ദൈവദാസന്മാർ 4 മാസങ്ങൾ നിരന്തരം സ്ഥിരതയോടെ മാസത്തിൽ ഒരു തവണ ഉപവസിച്ച കുടുംബത്തിനു വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ടീമായിട്ടുള്ള ദൈവദാസന്മാരെ ദൈവം ബലപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായി, ഹല്ലേലൂയ, ദൈവം ആ കുടുംബത്തെ നടത്തി. സാമ്പത്തികമായി എല്ലാ മാസവും പറയും ഒന്നുമായിട്ടില്ല, പക്ഷേ ഏറ്റവും മനോഹരമായി, സ്തോത്രം, ആ വിവാഹത്തിന്റെ കാര്യങ്ങൾ ആ തലമുറയ്ക്ക് വേണ്ടി കരുതിയ ഒരു സ്വർഗത്തിലെ പിതാവിന്റെ കരം അനേക വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിച്ചു, അനേക ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു, അനേകരുടെ കരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചതിന്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ, ആ കുടുംബം ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അനേക വ്യക്തികളെ, ഹല്ലേലൂയ, സപ്പോർട്ട് ചെയ്യാൻ ദൈവം എഴുന്നേൽപ്പിച്ചു. അതിന്റെ പേരാണ് വിശ്വാസത്തിന്റെ ഉള്ള മുറുകെ പിടിക്കൽ. മുറുകെ പിടിക്കാൻ പണമില്ലായിരുന്നു, മുറുകെ പിടിക്കാൻ, ഹല്ലേലൂയ, അനേക, ഹല്ലേലൂയ, സാഹചര്യങ്ങളില്ലായിരുന്നു. എന്നാൽ, ഹല്ലേലൂയ, അവര് മുറുകെ പിടിച്ച വിശ്വാസം അതിന് ഫലം കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യമായിട്ട് അത് കേട്ടു. ഒരു കാര്യം കൂടി ചേർത്ത് ഞാനങ്ങ് പറയുകയാണ്. അന്നത്തെ ദിവസം മഴയില്ലായിരുന്നു, കാലാവസ്ഥ ദൈവം അനുകൂലമാക്കി തീർത്തു. സ്തോത്രം. അന്നത്തെ രാത്രി, ഹല്ലേലൂയ, റിസപ്ഷന്റെ അന്ന്, കല്യാണത്തിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആ റിസപ്ഷന്റെ അന്ന്, കാരണം ഞാൻ അതിന്റെ തലയാഴ്ച നെട്ടയത്ത് എനിക്ക് പരിചയമുള്ളൊരു ദൈവദാസന്റെ മകളുടെ റിസപ്ഷന് വേണ്ടി പോയി, ഞാനും പിള്ളേരും പോയിരുന്നു. ഞങ്ങള് തിരിച്ചു വന്നത്, അങ്ങോട്ട് പോയപ്പോൾ മഴ ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോ നനഞ്ഞാണ് വന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ റെഡ് അലർട്ടിന് സമാനമായ മഴയായിരുന്നു ആദ്യം ഞാൻ പോയ ആ റിസപ്ഷൻ. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, ഈ വിവാഹത്തിന്റെ റിസപ്ഷന് വൈകിട്ട് സമയത്ത്, ഹല്ലേലൂയ, സ്തോത്രം,
ഹല്ലേലൂയ മഴ ഭക്തിയെ മുറുകെ പിടിച്ചവർ, പ്രാർത്ഥനയെ മുറുകെ പിടിച്ചവർ, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചവർ, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചിട്ടുള്ളവർ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ 43ാമത്തെ ഇന്ത്യയുടെ പ്രാർത്ഥന നമ്മൾ പ്രേ ഫോർ ഇന്ത്യയുടെ ടീമായി കൂടി വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നാം ഭാരപ്പെടുന്ന വിഷയത്തിലും നാം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ആദ്യ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യാനിടയായി. ഹല്ലേലൂയ. രണ്ടാമത് പറഞ്ഞത് കേട്ടതും അതുപോലത്തെ ഒരു വിഷയമാണ്. രണ്ടാമത് കേട്ടതും അതുപോലെ തലമുറയുടെ ഒരു വിഷയമാണ്. അത് വിവാഹത്തിന്റെ വിഷയമാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും നിരന്തരം പ്രാർത്ഥിച്ചിട്ടും തലമുറ ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. അതിന്റെ പിമ്പിലും വ്യാപരിച്ചത് അവരുടെ വിശ്വാസമാണ്, പ്രാർത്ഥിച്ചവരുടെ വിശ്വാസമാണ്, ദൈവദാസന്മാരുടെ വിശ്വാസമാണ്, കൂടെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ വിശ്വാസമാണ്. ഈ ടീമിന്റെ ഹല്ലേലൂയ ദൈവദാസന്മാരുടെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളും ദൈവദാസന്മാരും വ്യക്തികളും ആ വിഷയത്തിൽ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം ഹല്ലേലൂയ നമ്മൾ കേട്ടതുപോലെ 2 മാസങ്ങൾ ഹല്ലേലൂയ കഴിഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം നടത്തുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമത് ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ടീമിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. പ്രിയ ബൈജു പാസ്റ്ററും ദൈവം കൊടുത്ത ദർശനം, അതിന് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പ്രിയ ഷാജി പാസ്റ്റർ, അവർ രണ്ടുപേരുമാണ് ഈ പ്രാർത്ഥന തുടങ്ങിയത്. ഹല്ലേലൂയ. അന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ആരുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ കാണാത്ത കാര്യങ്ങൾ, കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കും, നടത്തി എന്നുള്ളതാണ് വിശ്വാസം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം വിശ്വാസത്താലാണ് തുടങ്ങിയത്. ഹല്ലേലൂയ. പ്രാർത്ഥനയിലാണ് ഈ പ്രേ ഫോർ ഇന്ത്യ ടീമിന്റെ പ്രവർത്തനം തുടങ്ങിയത്. നിങ്ങളും ഞാനും പലതും കണ്ടിട്ടില്ലാത്ത സ്റ്റേറ്റുകൾക്ക് വേണ്ടി, കണ്ടിട്ടില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി, കണ്ടിട്ടില്ലാത്ത ഹല്ലേലൂയ സ്തോത്രം പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും വേണ്ടി നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ വരെയും അതിന്റെ റിസൾട്ട് പ്രാപിപ്പാൻ ഇടയായി തീർന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ അടുത്ത നാളുകളിലും ദൈവം അതിന്റെ മറുപടി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകി തരുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഒന്നുമില്ലായ്മയുടെ തുടക്കത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആരംഭിച്ച പ്രേ ഫോർ ഇന്ത്യ ടീമിന്റെ പ്രവർത്തനം 2025 നവംബർ ഈ 10-ാം തീയതി വരെ 43ാമത്തെ പ്രാർത്ഥനയായി ഇത്രയും നടത്തിയതിന്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. പണം മുറുകെ പിടിച്ചിട്ടല്ല, സ്വാധീനം മുറുകെ പിടിച്ചിട്ടല്ല, സ്വത്രം ആളെ നോക്കി മുറുകെ പിടിച്ചിട്ടല്ല, വിശ്വാസത്തെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് ദൈവം ഇത്രത്തോളം എത്തിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ ദൈവം നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും മറികടക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ ഒരിക്കലും മറികടക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ടീമിന്റെ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിലും വ്യക്തിപരമായ ഹല്ലേലൂയ കാര്യങ്ങൾക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാനിടയാകും. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ ശേഷം പ്രാർത്ഥിച്ചതിന്റെ വിടുതൽ കിട്ടിയത് സാക്ഷ്യം പറയിപ്പിക്കുന്ന ഒരു മേഖല, ഒരു പുതിയ തുടക്കം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ. നാം ഓരോ ഇന്ത്യയുടെ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു അടുത്ത നാളുകളിൽ ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചതിന്റെ സാക്ഷ്യങ്ങൾ പറയത്തക്കവണ്ണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഭാരതത്തിന്റെ 28 സ്റ്റേറ്റുകൾക്കും അനേക കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ
വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കി തീർന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ വിഷയത്തിലും ദൈവം മറുപടി തന്നു എന്ന് കേൾക്കത്തക്കവണ്ണം എത്ര പേർ വിശ്വസിക്കുന്നു? അടുത്ത മാസം ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ എന്റെ വിഷയത്തിലും ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഹല്ലേലൂയ. എത്ര പേർ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത നാളുകളിൽ പ്രാർത്ഥനയോടൊപ്പം തന്നെ സാക്ഷ്യങ്ങളെയും ദൈവം ഇനിയും എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വതം ഹല്ലേലൂയ. ഒരു നല്ലൊരു മെസ്സേജ് അവൻ കൊടുക്കുവാൻ, വിശ്വാസത്തെ, ആദ്യ വിശ്വാസം മുറുകെ പിടിക്കുവാൻ. ഇന്ന് പലരും ക്രിസ്തയേശുവിൽ ഞങ്ങളെ പിന്നെയും അളവിടാൻ ആശ്രയിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല സ്വർഗീയ പിതാവ്, അനുഗ്രഹമേറിയ ഈ നല്ല മധ്യാഹ്ന സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. ഇന്ത്യയുടെ പ്രാർത്ഥനയോടനുബന്ധിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ഇന്ന് പകൽക്കാലം അമർന്നിരിക്കുവാൻ സ്വർഗം മടന്ന് കൃപ ചെയ്തതിനായ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം സ്വർഗം മടന്ന് ശ്രദ്ധ വെച്ച് കേട്ട് അതിൻ്റെ മേൽ മഞ്ഞും മഴയും ദൈവം മടന്ന് പെയ്തിറക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളെ ഏതെല്ലാം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രാജ്യങ്ങൾക്കും അല്ലേനോത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കൃപയ്ക്കായ സ്തോത്രം. ഇന്ന് പകൽക്കാലം അല്ലേനോ സ്തോത്രം. ഞങ്ങൾ ആദ്യ വിശ്വാസം നല്ല സമയം വിട്ടുകളഞ്ഞെന്നുള്ളൊരു കുറവ് ഞങ്ങളെ കുറിച്ചുണ്ട്. കർത്താവെ, ഞങ്ങൾ ആദ്യ വിശ്വാസത്തിലോട്ട് വീണ്ടും ഞങ്ങളെ മടക്കി വരുത്തി അല്ലേനോ ഞങ്ങൾ ആ വിശ്വാസത്തിൽ അടുത്ത് നിലനിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഈ നാളുകളിൽ സ്വർഗമാണെന്ന് ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്വർഗം ഞങ്ങളുടെ മുമ്പിൽ തുറന്നതിനായി സ്തോത്രം. ഈ തുറന്നിരിക്കുന്ന സ്വർഗത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും അടുത്ത വിശ്വാസത്തിന്റെ പാതയിൽ ഞങ്ങൾ മുന്നേറുവാൻ, ഞങ്ങൾ ദേശങ്ങൾ വെട്ടിപ്പിടിച്ചെടുത്തുകൊണ്ട് അടുത്ത ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ വീണ്ടും സ്വർഗമെന്ന് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാന മഹത്വം അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്.
എന്റെ കാന്തളം ഏറ്റപ്പെടുന്നു